ഹലോ ദോസ്തോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പവാണിമ്പ നേർച്ചയിലാണ്. അപ്പവാണിമ്പ നേർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും മറ്റുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ അവിടേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ അപ്പവാണിമ്പ നേർച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പങ്ങളും ഇതുപോലെ ഈ കാണുന്ന മുട്ടായികളൊക്കെ ഉണ്ടല്ലോ, ഈ മുട്ടായികളൊക്കെ അവിടേക്ക് നേർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാ ഇത് കണ്ടില്ല, എല്ലാ സൈഡിലും കേട്ടോ ഈ മുട്ടായികൾ. അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ രീതികളെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അറിയുന്നവർ ഉണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ അപ്പങ്ങൾ, നെയ്യപ്പം കണ്ടോ, അതൊക്കെ ഓരോ ആളുകൾ വാങ്ങുന്നുണ്ട്. വാങ്ങിക്കാണ്ട് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയും അവിടുന്ന് കിട്ടുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. വേണ്ട അപ്പങ്ങളൊക്കെ അല്ല, അപ്പങ്ങളുണ്ട്. വീഡിയോ കോൾ വെച്ച് കാണിച്ചു കൊടുക്കാം. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല ദോസ്തോ, ഓരോ പൊതിയാക്കി വെച്ചിരിക്കണേ ഒക്കെ അപ്പങ്ങളും ഇതൊക്കെയാണ്. ഓരോ അപ്പം നെയ്യപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. സൈഡ് മൊത്തം ഇതിൻ്റെ കച്ചവടക്കാരാണ്. വലിയ തിരക്കില്ല കേട്ടോ, കാരണം കുറച്ചായിട്ടുള്ളൂ. ഇനി ദിവസം ലാസ്റ്റിക്കൊക്കെയാണ്, ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അന്നേരം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, മുട്ടായി കാക്ക, നമ്മളെ പഞ്ചാര മുട്ടായി കാക്ക. മൂപ്പര വീഡിയോ ഒക്കെ ഒരുപാട് വൈറലായിട്ടുണ്ട്. മൂപ്പര പഞ്ചാര മുട്ടായി ഉണ്ടാക്കുക കേട്ടോ. കണ്ടില്ലേ, ഓരോ ഐറ്റംസ് ഒരുപാട് ആളുകൾ വാങ്ങാൻ വന്നിട്ടുണ്ട്. മൂപ്പര മുട്ടായി പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയ മുട്ടായിയാണ്. ഇപ്പോൾ ദിവസം നമ്മൾ പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടിയങ്ങര പള്ളി, ഇതാണ് കേട്ടോ ഇടിയങ്ങര പള്ളി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ്. അപ്പം 10 ദിവസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിസരം പ്രദേശങ്ങൾ കാണിച്ചു തരാം. 10 ദിവസമുണ്ട്. 17-ാം തീയതി തുടങ്ങി 25-ാം തീയതിയാണ് ഇത് അവസാനിക്കുക. അപ്പം വന്ന് നോക്കുക. ഇവിടെ കച്ചവടക്കാരൊക്കെ ഒരുപാട് ഇനി വരാനുണ്ട്. ഇന്ന് രണ്ടാമത്തെ ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മൾ അവിടുന്ന് വാങ്ങിയ അപ്പങ്ങളും ആ മുട്ടായികളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന കൗണ്ടറാണിത്. ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇവിടുന്ന് പിന്നെ കൊടുക്കുകയാണ്. ഓരോ ആളുകൾക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഉൾവശമാണ് കേട്ടോ ദോസ്തോ, ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ദോസ്തോ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പൊതി. എനിക്കും ബഷീറിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കും. അപ്പോൾ നമ്മളത് കിട്ടി ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ, പുറത്തിറങ്ങണം. അപ്പോൾ മുട്ടായി കാക്കാൻ ഇവിടെ എപ്പോഴും തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒന്നുകൂടി ഇങ്ങനെ ഇറങ്ങി രാത്രിക്കത്തെ കാഴ്ച കൂടി നമുക്കൊന്ന് കാണണം, രാത്രി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ രാത്രിക്കത്തെ ഒരു ഇത് കാഴ്ച നമ്മൾ കാണിച്ചു തരാം. ദോസ്തോ, നമ്മൾ രാത്രി ഒരു 6-7 മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ്. അപ്പം കുറച്ചുകൂടി ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. രാത്രിയാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ തിരക്കില്ല കേട്ടോ. ഇവിടെയൊക്കെ പോലെ തിരക്കായിരിക്കും. ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇതുകൊണ്ട് കടക്കാൻ പറ്റാത്ത എന്തൊക്കെ പരിപാടിയൊക്കെ കാണുന്നുണ്ട്. ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴൊക്കെ കമ്മിയാണ്, ആളുകൾ കമ്മിയാണ്. മതസൗഹാർദ്ദം എന്ന് പറയാം. ഇതര മതസ്ഥങ്ങളിൽപ്പെട്ട പലരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടോ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമില്ല, എല്ലാവരും ഇവിടെ ഈ ഒരു ഇടിയങ്ങര പള്ളിയിൽ വരാറുണ്ട്. മനസ്സിൽ പല നേർച്ചകളും ഇതാക്കി ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയുണ്ട് ഒരുപാട് കച്ചവടക്കാർ ഇനി വരാണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടാണ്. ഇനി 8 ദിവസത്തോളം ഇനി പരിപാടി ഉണ്ട്. അപ്പം ഇനി ഒരുപാട് കച്ചവടക്കാരും ആളുകളെ തിരക്കൊക്കെ ഇനിയും കൂടാനാണ് സാധ്യത. തെരുവിലൊക്കെ ഒരുപാട് കച്ചവടക്കാരാണ്, തെരുവ് കച്ചവടക്കാർ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് സ്പേസ് ഇനിയുണ്ട് തുടങ്ങാൻ. മിഠായി ഇവിടെയൊക്കെ അതിൻ്റെ കച്ചവടക്കാരാണ് കേട്ടോ. മുട്ടായിൻ്റെ വിവിധതരം മുട്ടായികളൊക്കെ ഉണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് ഏതായാലും നമ്മൾ നാട്ടിലോട്ട് പോകണം. ഇനി ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്.